കഴിഞ്ഞ 25 വർഷങ്ങളോളം ആരും കാണാത്ത, ആരോരും അറിയാത്ത ജനക്കൂട്ടങ്ങളിലൂടെ അവൻ നടന്നു. ഇരുട്ടിലേക്ക് നടന്നു നീങ്ങുമ്പോൾ നിഴലുകൾ നമ്മെ തനിച്ചാക്കും പോലെ അവൻ തൻ്റെ ഐഡൻറ്റിറ്റികൾ മാറിക്കൊണ്ടേയിരുന്നു. അയാൾ കൊലപാതകത്തെ ഒരു കലയാക്കി മാറ്റി. ഏജന്റ് 47 വെറും ഒരു കഥാപാത്രമല്ല. ഹീസ് എ ലെഗസി built on precision, creativity and cold professionalism. And yes guys, in today's video we are going to talk about the definitive Hitman franchise breakdown. So welcome back to AAA Gaming, where we don't die, we just respawn. ഈ ഗെയിമിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ ലെറ്റ്സ് ഗോ ബാക്ക് ടു വെയർ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ്. 2000 IO Interactive എന്ന് പറഞ്ഞ ഗെയിം കമ്പനി ആയിരുന്നു ഹിറ്റ്മാൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അവരുടെ ഫ്രാഞ്ചൈസിയിലെ തന്നെ ഫസ്റ്റ് ഗെയിമിൻ്റെ പേര് വാസ് ആക്ച്വലി ഹിറ്റ്മാൻ കോഡ് നെയിം 47. അതായത് ആ കാലഘട്ടത്തിലെ ഗെയിമർമാരാരും കണ്ടിട്ടില്ലാത്ത ഒരുതരം ഗെയിമിംഗ് മെക്കാനിക്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ സി ഫോർ എക്സാമ്പിൾ, അസാസിൻസ് ക്രീഡ് വാസ് ഫേമസ് ഫോർ ഇറ്റ്സ് പാർക്കൗർ മെക്കാനിക്സ് ആൻഡ് സ്റ്റെൽത്ത്. എന്നാൽ ഇതേ സ്റ്റെൽത്തിനെ ഈ ഒരു കാലഘട്ടത്തിലെ ടെറൈനിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നവർ കാണിച്ചു തന്നു. ആൻഡ് യെസ്, വി ഡിഡ്ന്റ് ജസ്റ്റ് ഹൈഡ് ഇൻ ദി ഷാഡോസ്, വി ഹിഡ് ഇൻ പ്ലെയിൻ സൈറ്റ്. ആൻഡ് ദാറ്റ് വാസ് പ്യുവർ ഫൗണ്ടേഷൻ ഓഫ് എ ലെജൻഡ്. പക്ഷേ ടു ബി ഓണസ്റ്റ്, ഗെയിം ക്ലിക്ക് ആയത് വാസ് വെൻ ദ സെക്കൻഡ് പാർട്ട് ഗോട്ട് റിലീസ്ഡ്. അതായത് ഫസ്റ്റ് പാർട്ട് കളിച്ചിരുന്നത്, അതിനെ ഇഷ്ടപ്പെട്ടിരുന്നതും ആക്ച്വലി അങ്ങനത്തെ കൈൻഡ് ഓഫ് ഗെയിംസ് ഇഷ്ടമുള്ളവരായിരുന്നുവെങ്കിൽ ഹിറ്റ്മാൻ 2 വാസ് ലൈക്ഡ് ഓൾ ഓവർ ദ വേൾഡ്. കഥയുമായി, കഥയിലെ കഥാപാത്രങ്ങളുമായി, എന്തിനാണ് നമ്മളിതെല്ലാം ചെയ്യുന്നു എന്ന കോസുമായി ഒക്കെ കുറെ കൂടി കണക്റ്റ് ആകാൻ തുടങ്ങി. ആൻഡ് ഹിറ്റ്മാൻ 2 ഉണ്ടാക്കി ഇട്ടുകൊടുത്ത ആ ഒരു വലിയ ഫാൻ ബേസിനെ ഹിറ്റ്മാൻ ബ്ലഡ് മണിയോട് കൂടി ഊട്ടി ഉറപ്പിക്കാൻ മേക്കേഴ്സിന് സാധിച്ചു. ആക്ച്വലി ഹിറ്റ്മാൻ ബ്ലഡ് മണി പെർഫെക്റ്റഡ് ദി എൻറ്റയർ ഫ്രാഞ്ചൈസി. ഓപ്പൺ വേൾഡ്സ്, ആക്സിഡൻസ് നമ്മൾ ഉണ്ടാക്കി ആൾക്കാരെ കൊല്ലുക, കൈക്കൂലി കൊടുക്കുക, NPC റുട്ടീൻസ് ആൻഡ് ഐക്കോണിക് ലെവൽ ഡിസൈൻസ്. പക്ഷെ നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരിറക്കം കാണുമല്ലോ എന്ന് പറയും പോലെ ചില ഡയറക്ടേഴ്സ് ഓവർ കോൺഫിഡൻസ് കൊണ്ട് കൊച്ചിനെ കുളിപ്പിച്ച് ഇല്ലാതാക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ഓവർ കോൺഫിഡൻ്റ് ആയിപ്പോയ അനാവശ്യ അപ്ഡേറ്റ്സുകൾ ഇവർ അടുത്ത പാർട്ടിൽ കൊണ്ടുവന്നു. ഹിറ്റ്മാൻ ആബ്സല്യൂഷൻ ഈ ഫ്രാഞ്ചൈസിലെ തന്നെ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് കൊണ്ടുവന്ന ഒരു ഗെയിമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഹിറ്റ്മാൻ ആബ്സല്യൂഷൻ സ്റ്റൈലിഷ് ആയിരുന്നു ആസ് ഇൻ ഗെയിം പ്ലേ ഒക്കെ. പക്ഷേ ദ പ്രോബ്ലം വാസ് ഹിറ്റ്മാൻ 2 ഹിറ്റ്മാൻ ബ്ലഡ് മണിയിലും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു സാൻഡ് ബോക്സും ഓപ്പൺ വേൾഡും പിന്നെ ആ ഒരു ഫ്രീഡം ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഗെയിമിൽ നിന്ന് പോയ പോലെ ഒരു ഫീൽ പ്ലെയേഴ്സിന് വന്നു. ആക്ച്വലി പ്ലെയേഴ്സ് വർ ആക്ച്വലി കൺഫൈൻഡ് ടു പ്ലേ വിത്ത് വാട്ട് ദ മേക്കേഴ്സ് ഗെയിം. പിന്നെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റീനെ അറിയാമല്ലോ, ഇവിടെ സൈബർ പങ്കിനെ വരെ വലിച്ചു കീറി. അപ്പോഴാണ് ഹിറ്റ്മാൻ ഊക്ക് കയറി നല്ല രീതിക്ക്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ സ്ക്വയർ എനിക്സിലെ നമ്മുടെ സ്ലീപ്പിംഗ് ഡോഗ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത ടീമുകൾ ഇവർ IO Interactiveനെ ടേക്ക് ഓവറും ചെയ്തായിരുന്നു. ആൻഡ് അവർ ആയിരുന്നു എന്ന് തോന്നുന്നു ഈ കിടിലം അപ്ഡേറ്റ്സിനൊക്കെ കാരണം. അങ്ങനെ ഫ്രാഞ്ചൈസിയിലെ നല്ല പ്രതീക്ഷയോടെ ഇറക്കിയ ഈ ഗെയിം നല്ലൊരു പൊട്ടൽ പൊട്ടിയപ്പോൾ അവർ ഷെയറും വിറ്റുകൊണ്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു. പക്ഷേ അതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ IO Interactive വീണ്ടും ഇൻഡിപെൻഡൻ്റ് ആയി. മുമ്പ് നമ്മുടെ സൈബർ പങ്ക് വീഡിയോയിൽ പറഞ്ഞ പോലെ നെഞ്ചും വിരിച്ച്, മുണ്ടും മുറുക്കി കൊടുത്ത്, മീശയും പിരിച്ച് നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന കാര്യം നല്ല മെനയ്ക്ക് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. ദേ ആർ ഓൾറെഡി വർക്കിംഗ് ഓൺ ദ നെക്സ്റ്റ് ഹിറ്റ്മാൻ ഗെയിം. ആൻഡ് ഈ വട്ടം ഇറക്കുമ്പം കഴിഞ്ഞ പാർട്ട് കാരണം വന്ന ചീത്തപ്പേര് എല്ലാം മാച്ച് കളയണം. ആൻഡ് അവർക്ക് ഈ ഒരു ഫ്രാഞ്ചൈസിയിലുള്ള ആ ഒരു ലാർജ് ഫാൻ ഫോളോയിങ്ങിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അവർ പണി തുടങ്ങി. ആൻഡ് യെസ്, ദേ റീബിൽഡ് ഹിറ്റ്മാൻ ഫ്രം സ്ക്രാച്ച്. അതിനുശേഷം ഇതേ ഫ്രാഞ്ചൈസിൽ അവർ 3 ഹിറ്റ്മാൻ ഗെയിംസ് ഇറക്കി. ഹിറ്റ്മാൻ 2016, ഹിറ്റ്മാൻ 2 2018, ഹിറ്റ്മാൻ 3 2021. And that's where the real game they were talking. Massive sandboxes. And ഇവർ എടുത്തു കളഞ്ഞ ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അത് ഇവർ തിരിച്ച് ഗെയിമിലേക്ക് കൊണ്ടുവന്നു. The freedom to turn any mission into your masterpiece. Better AI, new mechanics. Literally chaos became art. And yes guys, and then came the perfection. Hitman 3. ഈ ഒരു 3 ട്രയോളജിയെയും ഒന്ന് യൂണിഫൈ ചെയ്ത് ഒരു ഓപ്പൺ മാസീവ് ഇവോൾവിങ് സിസ്റ്റം തന്നെ ഇവർ ഉണ്ടാക്കി കാണിച്ചു തന്നു. ഞാൻ ഇതിലെ കുറച്ച് കിക്കിടുള്ള സംഭവങ്ങൾ പറഞ്ഞുതരാം. ആൻഡ് ഇതൊക്കെ കാണുമ്പോൾ ആക്ച്വലി നിങ്ങൾക്കും ഒരിക്കലെങ്കിലും
ഈ ഗെയിം ഒന്ന് കളിക്കണമെന്ന് തോന്നുമായിരിക്കും. സി ദ വേസ് ടു കിൽ ആർ ടാർഗറ്റ്സ്. സീനാണ് നമ്പർ 1, പോയ്സണിങ്. നമ്മൾ ടാർഗറ്റ്സിൻ്റെ അടുത്ത് പോലും എത്താതെ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് ദ ഫ്രീഡം ഹിറ്റ്മാൻ ഗേവ്സ്. പോയ്സണിങ് ദെയർ വൈൻ, സ്ലിപ്പ് സംതിങ് ഇൻ ടു ദെയർ സൂഷി, സാബട്ടേജ് ദെയർ ഇൻഹേലർ, ഡോസ് ദെയർ മെഡിസിൻ, സൈലന്റ്, ക്ലീൻ, അൺട്രേസബിൾ. എ പ്യുവർ ഗോസ്റ്റ് കിൽ. നമ്പർ 2, കൊല്ലാൻ പല വഴികൾ. അതായത് നമ്മൾ ജസ്റ്റ് കില്ലർ മാത്രമല്ല, നമ്മളൊരു സ്റ്റേജ് ഡയറക്ടറാവും. അതായത് ഈ കൊന്നു കുറ്റബോധം വരുമ്പോഴാണെന്ന് തോന്നുന്നു നമ്മളല്ലാതെ ചുറ്റുപാടിനെ അങ്ങോട്ട് ഉപയോഗിച്ച് തട്ടാൻ ഇതിൽ പറ്റും. ഒരു സേഫ്റ്റി ബോൾട്ട് അഴിക്കുക, ഒരു കയറഴിക്കുക, ടാർഗറ്റ് അതിൻ്റെ അടിയിലോട്ട് നടന്ന് കയറാൻ വരെ വെയിറ്റ് ചെയ്യുക. ബാക്കി പണിയൊക്കെ പിന്നെ ഗ്രാവിറ്റി നോക്കിക്കോളും. 3-മത്തത്, ആൾമാറാട്ടം. അതായത് ഇൻ ഹിറ്റ്മാൻ നമുക്ക് ഒളിച്ചിരിക്കേണ്ട ആവശ്യം വരൂല. വി ആർ പാർട്ട് ഓഫ് ദെയർ വേൾഡ്. നമുക്ക് ഈ പറയണ പോലെ അവരുടെ കുശിനിക്കാരനാവാം, എന്നിട്ട് അവൻ്റെ ഒടുക്കത്തെ ആഹാരം ഉണ്ടാക്കി കൊടുക്കാം. വേണമെങ്കിൽ യവന്മാരെ ഗാർഡിയനെ തട്ടിയിട്ട് അതേ വേഷം യവന്മാർ പോലും അറിയാതെ യവന്മാരെ കൂടെ നടന്ന് യവന്മാരെ തട്ടാം. മദ്യത്തിൽ വിഷം കലക്കുന്ന ഒരു ബാർട്ടണ്ടർ ആവാം. എന്തിന്? യവന്മാരെ ചികിത്സിക്കുന്ന ഡോക്ടറിന്റെ വേഷം കെട്ടി സർജറിയുടെ ഇടയിൽ വരെ യവന്മാരെ തട്ടാം. ഓരോ വേഷവും പുതിയ വഴികളാണ്. ആൻഡ് ഓരോ വഴികളും ചെന്ന് നിൽക്കുന്നത് പുതിയ ബ്രാഞ്ചിങ് സ്റ്റോറി ലൈൻസിലേക്കും പുതിയ ഓപ്പർച്യൂണിറ്റീസിലേക്കും ഒക്കെയാണ്. പിന്നെ അങ്ങനെ എന്തല്ല, നമുക്കൊരു ഹീറ്റർ നശിപ്പിച്ചിട്ട് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കി അതിലൊരു ക്യാവസ് ഉണ്ടാക്കിയിട്ട് ആരും അറിയാതെ തട്ടാം. ക്രൗഡ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ ഷീൽഡായിട്ടും ആസ് വെൽ ആസ് അറ്റാക്ക് ചെയ്യാനും പറ്റും. ആൻഡ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദീസ്, നമുക്ക് അപകടങ്ങൾ സ്വയമേ ഉണ്ടാക്കിയെടുക്കാം. കണ്ടാൽ ഒരു അപകട മരണം എന്ന് തോന്നിപ്പിക്കുന്ന പോലെ കോൾഡ് ബ്ലഡഡ് മർഡേഴ്സ്. ആൻഡ് ദാറ്റ് ഈസ് ഹിറ്റ്മാൻസ് സിഗ്നേച്ചർ. ദ കിൽസ് ദാറ്റ് ലുക്ക് നാച്ചുറൽ. ഗ്യാസ് വാൽവ് ഒന്ന് തുറന്നു വെക്കണം, അല്ലേ പോട്ട് തെന്നി വീഴാൻ പോണ സ്ഥലത്ത് എന്തേലും കൂർത്ത സാധനം കൊണ്ടുവയ്ക്കണം. ഇത്രയും ചെയ്താൽ മതി. ക്ലീൻ കിൽസ്, നോ സസ്പിഷൻ, നോ എവിഡൻസ്, ആൻഡ് ആരും കാണാതെ അവിടെ നിന്ന് സ്കൂട്ടാവുകയും ചെയ്യും. ഡേ ഇതൊക്കെ കേട്ട് തന്ന് റിയൽ ലൈഫിൽ കാണിക്കാൻ പോകില്ല കേട്ടോ. ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം, at school or anywhere. And yes guys, this is what makes Hitman unique. It's stealth mixed with strategy, mixed with freedom, mixed with cinematic elegance. ഇപ്പോൾ കറൻ്റ്ലി IO Interactive പ്രോജക്റ്റ് 007ൻ്റെ പ്രൊഡക്ഷനിലാണ്. ഹിറ്റ്മാനെ ഒന്ന് താത്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ബൈ ദ വേ, പ്രോജക്റ്റ് 007 is one such game I am very excited about. കാരണം ലോകേഷ് കനകരാജ് കൂലി ഇറക്കും മുന്നേ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചില്ലായിരുന്നു ഔട്ട് ഓഫ് ദ മൂവീസ് ഹി മെയ്ഡ്. കാര്യം ഹിറ്റ്മാൻ്റെ മേക്കേഴ്സിൻ്റെ കയ്യിൽ ഇതേപോലൊരു ഐക്കോണിക് സ്പൈ ക്യാരക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ ഏതറ്റം വരെ അവർ പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. എനിവേസ് ഹൈപ്ഡപ്പ് ആവുന്നില്ല, കാരണം ഹൈപ്പുകളെന്നും എനിക്ക് നിരാശ മാത്രമേ തന്നിട്ടുള്ളൂ. ബട്ട് ഏജന്റ് 47 തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. 2 പതിറ്റാണ്ടിലേറെ കാലമായി ഏജന്റ് 47 ഹാസ് ഇവോൾവ്, അഡാപ്റ്റഡ് and reinvented himself. And yes, he defined what stealth gaming can be. നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ ഡീപ്പർ ബ്രേക്ക് ഡൗൺസോ അല്ലെങ്കിൽ ടോപ്പ് മിഷൻസോ ഓർ ഈവൻ ഫുൾ സ്റ്റോറി എക്സ്പ്ലനേഷനോ വേണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ്സ് ബിലോ. സോ സ്റ്റേ ഷാർപ്പ്, സ്റ്റേ ഹിഡൻ. ആൻഡ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ ഇവിടെ തന്നെ കാണും, കാരണം വി ആർ ഗെയിമേഴ്സ്. നമ്മൾ അങ്ങനെ ഇങ്ങനെ ചാവില്ലല്ലോ, വി ജസ്റ്റ് റീസ്പോൺ.